നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ഡ്രസ് ഇട്ടാലും കൊണ്ടുപോകാൻ അവസരം കൊടുക്കണ്ട. ഇല്ലേ പയ്യന്മാരെ കൊടുക്കണം. എനിക്ക് അണ്ണാക്കി കൊടുക്കണം. അത് എടുത്തിട്ട് തൊലച്ച മാതിരി അവനെ കോടാലി ഇട്ട് തൊലച്ചില്ലേ അന്ന് അതുപോലെ ഞാൻ വീണ്ടും അവനെ തൊലക്കാം. ടോറസ് കൊണ്ടേനെ ഫ്ലഫി ഗ്യാങ് ഡ്രസ് ഇട്ട് കൊടുക്കണ്ട. നീ പൊക്കോ, ബാക്കി നമുക്ക് നോക്കാം. എനിക്ക് ഇന്ന് എല്ലാരും സിറ്റി വരണം. എനിക്ക് ഇന്ന് എല്ലാത്തിനും അടിക്കണം. പിന്നെ നിനക്ക് ധൈര്യം ചെയ്തോ, ബാക്കി നമ്മളെ പിള്ളേർ വന്നോളൂ. നീ ചെയ്തോ. അതൊക്കെ അത്രേ ഉള്ളൂ. അത്രയും കാര്യമാണ് ഞങ്ങൾ തീർത്തു കൊടുക്കുക. വാടാ ഫ്ലഫി, എന്തൊരു സീൻ എന്തുവാ? എന്നെ കുറച്ച് കൊരങ്ങന്മാരടിച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്യണം. കൊരങ്ങന്മാരെ വന്യം മൃഗങ്ങളേടാ, ചിലത് ഇങ്ങനെ കാണിച്ചു വരും. എങ്ങനെ നിന്നെ കണ്ടുപിടിച്ച എങ്ങനെ സിറ്റുവേഷൻ എങ്ങനെ എടുത്തതെന്ന് പറഞ്ഞേ. ഞാൻ സത്യം പറയല്ല, ഞാൻ ഇങ്ങനെ വെറുതെ നമ്മുടെ നൂനൂനെ അറിയോ ബെല്ലാരിയിലെ? ഞാൻ പയ്യന്റെ കൂടെ ഇങ്ങനെ ആർട്ടിഫിഷ്യലൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് കണ്ടവരൊക്കെ സംസാരിച്ചൊക്കെ ഇങ്ങനെ ബീച്ചിൽ നിൽക്കാം. നമുക്ക് 3 കൊണ്ട് പറന്ന് വന്നിട്ട് ഇറങ്ങി പെട്ടെന്ന് പറയുന്നു. ഇറങ്ങിയിട്ട് അവന് കൺഫേം പോലും ചെയ്യാം. പെട്ടെന്ന് വരുന്നു, ഇറങ്ങാൻ പറയുന്നു, അടിച്ചിടുന്നു. ഹലോ ഫ്ലഫി, സുഖാണോടാ? അല്ല എന്റെ അടുത്ത് വിളിച്ചു പറയണ. നിന്നെ അടിച്ച് എവിടെ ഇട്ടപ്പോ തന്നെ വിളിച്ചു പറഞ്ഞു, മനസ്സിലായില്ലേ? ഞാൻ വണ്ടി ഉണ്ടായിരുന്നു. സോ അല്ലേ അതൊന്ന് ഇപ്പൊ എന്തായാലും എടാ ഫ്ലഫി ഇങ്ങോട്ടൊന്നേ. ഒരു മിനിറ്റാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഫ്ലഫി, ഈ ഒരു കാര്യം മനസ്സിലാച്ചോ? നമ്മളിപ്പം നിന്നെ ഇപ്പൊ സിറ്റിസണായിട്ട് അടിച്ചിട്ടില്ലേ, അതിന് നമ്മൾ ചോദിക്കൂല. പക്ഷെ നമ്മൾ ഗ്യാങ് ആയിട്ട് നിന്നിട്ട് കൊരങ്ങന്മാരോട് സംസാരിക്കണം. നമുക്കൊന്ന് മനസ്സിലായില്ലേ? ഒരു പയ്യനായിട്ട് ട്യൂബ് എന്ന് പറഞ്ഞ ഒരു പയ്യനായിട്ട് ഞാൻ സംസാരിച്ചു ചെറുതായിട്ട്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഗ്യാങ്സ് ഊരി ഞാൻ ഇവന്മാരുടെ അടുത്ത് ലൈക്ക് സംസാരിച്ചോണ്ടിരിക്കുക. നമ്മുടെ സിറ്റിസൺ ലൈക്ക് ബെല്ലായിലെ പയ്യന്മാരായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ആ ടൈമിൽ ഞാൻ ഡ്രസ് ഇല്ലാണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ പെട്ടെന്ന് എവിടുന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വന്നാൽ കുത്തിട്ടാണ്. ഞാൻ ഒരു കാര്യം പറയാം. ആ ഡ്രസ് ഇല്ലാത്ത സമയത്ത് നീ എന്തായാലും സിറ്റിസൺ ആയിരുന്നു അല്ലേ? അത് ആ രീതിയിൽ തന്നെ വളച്ചൊന്ന് വലിച്ചു കൊടുക്കണേടാ. അതൊന്നും ആ രീതിയിൽ വലിച്ചു കൊടുക്കണേ. അത് വലിച്ചു തീർക്കാം, ഇത് കൊടുത്തു തീർക്കാം. മനസ്സിലായോ? അങ്ങനെ മതി. വലിക്ക് വലിയ കൊടുപ്പിന് കൊടുക്കും, അത് അവന് കൊടുക്കണം. കൊണക്കല്ലോ, സമയമുണ്ടല്ലോ. ധൈര്യം മണി അതിന് 10 പോലും ആയില്ല. മരുന്ന് കിടക്കാം. അവൻ വന്നിട്ട് ഡയലോഗ് അടിക്കുന്നത് നീ ഇത്രേ ഉള്ളൂ കണ്ടോടാ. നമ്മുടെ ഗ്യാങ് വന്നത് എവിടെ? അവന്മാര് എവിടെ ബാബു സേട്ട്? ഞാനിവിടെ ഡ്രസ് ഇല്ലാണ്ട് പയ്യന്മാരെ കാണാനില്ല. എവിടെ പോയി? അങ്ങനെയല്ലേ? ഓക്കെ. എടാ മനപ്പൂർവ്വം എടുത്തേടാ. മനപ്പൂർവ്വം അടിച്ചു കൊന്നിട്ട് ഫ്ലഫി ഡൗൺ ആയിരുന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചിട്ട് പോയത്, മനസ്സിലായില്ലേ? എടാ പിന്നെ മുതുക്കി നടക്കുമ്പോ നോക്കി ഇറങ്ങണേ. കാട്ടം കൊരങ്ങന്റെ കാട്ടം. അതിന്റെ കോഡ് പറഞ്ഞാൽ എല്ലാവർക്കും വെക്കാമല്ലോ. പിന്നെ അവന്മാർക്ക് മാത്രം വെച്ചോണ്ട് കിടക്കണേ.
ഹലോ പറഞ്ഞ ബ്രോ ഹലോ വണ്ടി ഒരു വണ്ടി എടുത്തിട്ട് നമ്മുടെ ഗ്യാങ് വണ്ടി ഇല്ലേടാ എടാ ഫ്ലബി വന്നേ ഗ്യാങ് ഹൗസിൽ പോ വണ്ടി എടുക്കാം വന്നേ ഫ്ലബി ഒരു വണ്ടി എടുത്തേ ഗ്യാങ് ഹൗസിൽ പോ ഫ്ലബി ഗ്യാങ് ഹൗസിൽ പോയി വണ്ടി എടുത്തിട്ട് നീ ഒരു വണ്ടി എടുക്ക് അതിന്റെ ഇടയിൽ പെണ്ണിന്റെ അടുത്ത് വണ്ടി നീയാണെങ്കി ഇപ്പൊ എന്താ അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ വാറിന്റെ ഇടയിൽ പെമ്പിള്ളേരെ തൊലിപ്പിക്കാൻ ചീപ്പ് പരിപാടി അത് ചെയ്യാൻ പോലെ ഓ ഇതപ്പോ ചീപ്പ് പരിപാടി തന്നെ നീ ഇങ്ങോട്ടാ ഗ്യാങ് വണ്ടി എടുത്തിട്ട് ഇത് സ്നൈപ്പ് കേറാ സ്നൈപ്പ് കേറാ പട്ടീന്ന് വിളിക്കല്ലേ കൊരങ്ങൻ ഇത് വെളിയിൽ കൊണ്ടുവന്നാടാ ഹിമക്കൊരങ്ങനാടാ വിട് Man, I still don't understand what you're saying. Can you Dude, I don't. You guys are all talking in the language I don't understand. So please come on. എലിക്സറിന്റെ കുണ്ടി കൊരങ്ങന്റെ കുണ്ടി ഞാൻ ഒരു കാര്യം ഇവർ അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ ഉറപ്പുണ്ട്. എനിക്ക് ഡ്രസ് എന്ന് മാറിയിട്ടാണ് അവിടെ ഉള്ളവർക്ക് സംസാരിക്കാൻ എളുപ്പമില്ല. മനസ്സിലായി ഇത് ഏതോ റെസ്റ്റോറന്റ് പ്രശ്നം ഇംഗ്ലീഷ് I get that a lot. I actually get that a lot. You know elixir kundi? About something. Hey, I can be a therapist. Help me out. Come on, keep yapping. I'll listen to you. ഇത് കാര്യം മനസ്സിലായി. CM വന്നു മറ്റേ പഴയത്തെ ഒരു ശിഖണ്ഡി ഇറക്കിയില്ലേ സംസാരിക്കാൻ വേണ്ടി ഗ്യാങ്ങിന് ആൾക്കാരില്ലാത്തോണ്ട് അതേപോലെ എവിടെ ഇറക്കി കേട്ടാ. Yeah, I can hear you, please. The The music is extremely loud. Can you come over there, please? Come on, let's go there. ഞാൻ കാര്യം പറയണേ അവൻ എന്തായാലും ഭാഷ അറിയില്ല എടാ അവൻ എനിക്ക് സൗണ്ട് കേട്ടിട്ട് തോന്നുന്നു മറ്റേ മാർത്താണ്ടല്ലേ മാർത്താണ്ട പറഞ്ഞോ നല്ലത് ബ്രോ ഇപ്പൊ ഒരു സിറ്റുവേഷനിലായിരുന്നു ബ്രോ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാ ഹലോ ആരെ വിളിച്ചപ്പോ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാവോ? ഹലോ 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 ജെനിയായിരുന്നു ഇത്. ജെനി ഒറ്റ മിനിറ്റ് ജെനി അവിടെ അവന്റെ വലിയ പ്രശ്നം നടക്കും. ഇപ്പൊ എടാ 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 വിടാ സ്റ്റീവ് സ്റ്റീവ് ചിൽ 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 ഓ
മഫിയുടെ വണ്ടി വന്ന് എന്നെ ഇടിച്ച്. അത് ഞാൻ ഇപ്പൊ തീരുമാനാക്കാം ആദ്യം ഇതൊന്നും തീരുമാനാക്കട്ടെ. Please help me out, please. Yeah. Wait. Something in my element. I don't understand what's going on. അവന്റെ പറഞ്ഞ മര്യാദയ്ക്ക് പറഞ്ഞ വണ്ടി കയറും. നമ്മുടെ വണ്ടി ഫുൾ ഡീൽ ചെയ്ത് ഒരു വണ്ടി എടുക്കാൻ വാ. Bro, get in the car, get in the car, get in the car. ഇവനെ എനിക്ക് അറിയാം. ഇതിന് മലയാളം നല്ലപോലെ ഇവനറിയാം. രായ ഇവൻ കടന്നിട്ട് ഇവനെ അറിഞ്ഞൂടെ ഏത് ബാച്ചിലാണെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ബ്രോ പ്രശ്നമൊന്നുമില്ല ബ്രോ പൊക്കോന്ന് പറഞ്ഞപ്പോഴേ ആള് നടന്ന് തിരിച്ചു കൊണ്ട. അപ്പൊ തന്നെ ഞാൻ തൂക്കി കേട്ടാ, അപ്പൊ തന്നെ തൂക്കി. അല്ലല്ല അവൻ സംസാരിക്കുമ്പോ മൈൻഡ് ചെയ്യാതിരുന്നാ മതി. അപ്പൊ അവൻ മലയാളത്തിൽ സംസാരിച്ചു. അതിന് റിയാക്ട് ചെയ്യുന്നതാണ് അവൻ മറ്റേ നമ്മുടെ ഗ്യാങ് വണ്ടി കൊണ്ടുപോവാ കുറച്ച്. എടാ ഒരു 2-3 ഗ്യാങ് വണ്ടി കൊണ്ടുപോവാ. സേഫ് സോണിൽ ലീവ് ചെയ്ത സിറ്റുവേഷൻ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ സേഫ് സോൺ ലീവ് ചെയ്തെടുക്കാം. വാ ഇതിനകത്ത് വെച്ച് എടുക്കണ്ട. വാ ഈ കൊരങ്ങന്മാര് സംസാരിച്ച കാര്യമൊന്നുമില്ല. കൊരങ്ങന്മാര് സംസാരിച്ച കാര്യമില്ല. വാ വണ്ടി വരുന്നുണ്ട്. ഒരു 3 കീബോർഡിലും കൂടെ കൊണ്ടാ ഒരു 3 കീബോർഡിലും അയ്യേ കഴിവേറി വണ്ടി കൊണ്ടിരിക്കാൻ എന്താണ് പോണ കഴിവേറി പട്ടി കഴിവേറി എന്താ കാണിക്കണ കേറ് കൊടു അണ്ണാക്കി വെച്ചിട്ട് എടുത്തോണ്ടോടാ. അവന്മാരെ ഒരു വണ്ടി എടുത്താ എല്ലാരും സേഫ് സോണിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങും. വാ നമ്മുടെ വണ്ടി കയറി. ഫ്ലഫി അവന്മാരെ വണ്ടി എവിടെ? നീ എവിടെ നിൽക്കണം ഫ്ലഫി? എടാ അടി നടക്കുവാണ് ബാക്കിൽ എവിടെയോ. എടാ ഇപ്പൊ കുത്തല്ലേ ഞാൻ ഒന്ന് ഇത് മാറിക്കോട്ടെ. പറഞ്ഞില്ലേ വണ്ടി എടുത്തോണ്ട് വെളിയിറങ്ങടാ. എടാ ഒരു ഗ്യാങ് വണ്ടി എടുത്തിട്ട് വാടാ. ഒരു ഗ്യാങ് വണ്ടി കൂടെ എടുത്തിട്ട് വാടാ. ഒരു വണ്ടി എന്റെ പറയലുണ്ട്. മുതുക്കിലാണ്. ഇവിടുന്ന് ഒരു വണ്ടി അപ്പൊ അടിയെ എന്നെ തൂക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് വരുന്നുണ്ട്. എടാ ഒരുത്തനും കൂടെ കേറ്. പറ്റത്തില്ലല്ലോ. ഇത്ര വണ്ടി പുറത്തുണ്ട്. എന്റെ ഒരു വണ്ടി ഉണ്ട്. ബാക്കി പുറത്തുള്ളവന്മാരെന്ന് പറഞ്ഞാണ് വരൂല. മള്ളി പറയുന്ന കേൾക്കുന്നില്ല കേട്ടോ. ഇപ്പൊ കേക്കാം. അല്ല എല്ലാരും ഒന്ന് സൂക്ഷിച്ചൊക്കെ വേണം കേട്ടോ. കാരണം മറ്റേ അൺലിമിറ്റഡ് ആമോ ഒക്കെ ഉള്ള പയ്യന്മാരാണ്. അൺലിമിറ്റഡ് ആമോ മറ്റേ സിറ്റിയിൽ ഇല്ലാത്ത കീബൈൻഡ് പിന്നെ സാധനം നോക്കിയപ്പോ ലൈവ് പ്രൈവറ്റ് ആക്കിയവന്മാര് എല്ലാം ഉള്ളതാണ് അതിനകത്ത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം അവരുടെ അടുത്തൊക്കെ ഇത് ചെയ്യാൻ കേട്ടാ. നമ്മള് ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മുടെ ലെവലിൽ കളിക്കുന്നവരല്ല. നമ്മൾ ചോദിച്ചപ്പോ ഇതൊന്നും അറിഞ്ഞൂടെ മള്ളി. നമ്മൾ ഇത് പറഞ്ഞ ഇതുമാര് ചാടിയിട്ടപ്പോഴേ ഇതൊന്നും അറിഞ്ഞൂടെ. ഇതെല്ലാം മറ്റേ വെളിയിലെ കാര്യമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം സിറ്റിക്കകത്ത് കാണിച്ച തെണ്ടിത്തരങ്ങളാണെന്ന് ഓർമ്മയില്ല കേട്ടാ. അത് ഓസയാണോ പിന്നെ തന്തയില്ലായ്മ കാണിക്കുന്ന കളിക്കാൻ പറ്റത്തില്ല. പിന്നെ സിറ്റി വന്നിരുന്ന ഊമ്പിത്തരം കാണിച്ചിട്ട് അത് വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്ക്. അതൊരു ക്ലിയർ ടൂളാണ്. അതൊരു തേർഡ് പാർട്ടി ടൂളാണ്. തേർഡ് പാർട്ടി ടൂളാ. തന്തയില്ലാത്ത അടിയില്ലാത്ത പൊണ്ടച്ചികളോട്
സിറ്റിക്കാരൻ തെണ്ടിത്തരം കാണിച്ചിട്ട് അത് വെളിയിലത്തെ കാര്യമാണെന്ന് അവനൊക്കെ അടിച്ച് കറക്കണ്ടേ പിന്നെ. ഫയലിട്ടത് ഞാൻ സ്വർഗരാജ്യത്തിലല്ലോ, ഞാൻ എന്റെ പി-സിയിലല്ലേ ഫയലിട്ടത്, സ്വർഗരാജ്യത്തിലല്ലോ. ഇവന്മാരെ ഹെൽപ്പറിനെ കൂടെ ഒരു സീറ്റ് എടുത്തണം കേട്ടോ, അതിന് ഒരുമിച്ച് ചോറ് കൊടുക്കണം. SRRക്കൊക്കെ ഈ ഗതികേട് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് SRRൊക്കെ ഈ ഗതികേട്. മള്ളി ഇപ്പൊ മുതുകിലെടുത്തോണ്ടായിരുന്നു കേട്ടോ, അവന് മലയാളം അറിയാന്ന് പറഞ്ഞ അവനെ കൊന്നു കുഴിച്ചു വിടും, അതുകൊണ്ട് അവൻ ഇംഗ്ലീഷ് ചേട്ടനായിട്ട് പോയി. അവന്റെ ഭാഷ വരെ പറഞ്ഞു. മലയാളം അറിയാന്ന് പറഞ്ഞ സ്വയം പുഴുക്കെന്ന് പറഞ്ഞ മലയാളം അറിഞ്ഞൂടാത്തവനെ പോലെ നിന്ന് കളഞ്ഞേട്ടാ. പക്ഷെ അപ്പം ഒട്ടും മലയാളം അറിഞ്ഞൂടാത്തവനെ പോലെ അഭിനയിച്ച് സെറ്റ് ആയിട്ടാ, അത് സമ്മതിച്ചു കൊടുക്കണം അവനെ. അതെ അതെ അത് സമ്മതിച്ചു കൊടുക്കണം. പക്ഷെ അതിലൊന്നും പറയുന്നില്ല. പക്ഷേ സീനോ ബ്രോ പ്രശ്നമൊന്നുമില്ല പൊക്കോന്ന് പറഞ്ഞപ്പോഴേ ആള് തിരിഞ്ഞു കടന്നു പോയി. എടാ സാവേജേ അവന്റെ ബോഡി എടുക്കായിരുന്നു. ബ്രോ ഈ ഇടയ്ക്ക് ഒരു ക്ലിപ്പ് വന്നായിരുന്നു യൂട്യൂബിൽ എല്ലായിടത്തും ഉണ്ടെന്നാണ്. ഇവന്മാര് ഡിസ്കോഡിൽ തന്നെ ഷെയർ എന്തോ ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ. അതായത് റീലോഡ് മുടിഞ്ഞ സ്പീഡ് അൺലിമിറ്റഡ് ആമോ. ഞാൻ പറയുന്നത് കേട്ടെ ഇവിടെ സിറ്റിയില് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ചന്ദ്ര, ഇപ്പൊ വന്നേ ഉള്ളു. എടാ ഞാൻ പറയണ ഒരു കാര്യം, ഇവിടെ സിറ്റിയില് കൊറേ ആയിട്ട് നമ്മൾക്ക് ഓരോരോ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയും, എടാ നമ്മളിപ്പോ അവരുമായിട്ട് ഫ്രണ്ട്ലി അവരുമായിട്ട് ഇതാണ്, എന്നിട്ട് അതിനകത്ത് മറ്റേ കുണ്ണാള് തന്നെ നമ്മളെ ഇരുന്ന് മറ്റേ ഊമ്പിക്കും. നമ്മളീ പറയുന്നതിന്റെ അടുത്ത ദിവസം തന്നെ ഇവന്മാർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാ എന്ന്, അടുത്ത ദിവസം എന്തെങ്കിലും പറഞ്ഞ് ഇവന്മാരായിട്ട് അടി ഉണ്ടാക്കണം. ഞാൻ ഒരു കാര്യം പറയാം, ബെല്ലാരി അല്ലാതെ ഒരാൾ ഫ്രണ്ട്ലി ഗ്യാങ് വേണ്ട ഇനി ആരാണെന്ന് പറഞ്ഞാലും. ഇനി ഞാൻ കണ്ട് അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ കുറച്ചധിക ദിവസം കണ്ട് ഞാൻ ഈ പറയണത് പോലെ SRR ആയിട്ട് സിറ്റുവേഷൻ വരുമ്പോ പല സമയത്തും ഞാൻ മാറി പോയിക്കൊണ്ടിരുന്നതും അല്ലെങ്കിൽ എടുക്കണ്ടെന്ന് പറയണതിന്റെ കാര്യം അവിടെ കുറച്ച് റെസ്പെക്ട് ഉള്ള ആൾക്കാർ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഇത് ഇപ്പൊ വെച്ച് നോക്കുവാണെങ്കിൽ അല്ല അവന്മാരുടെ സംസാരം പോണെങ്കിൽ 2 ദിവസമായിട്ടുള്ള കാണുന്നത് വെച്ച് ഞാൻ പറയാണ്. ഇനി ഞാനായിട്ട് അത് പറയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് സിറ്റുവേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ എടുക്കുക. എനിക്ക് അതിനെ കൂടുതൽ വേറെ ഇവന്മാരെ ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് ഇവരെക്കാളും വലുത് ഗ്യാങ് തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി ഇവന്മാര്. ഇനി വയ്യ, ഇനി ഇവന്മാരുടെ മറ്റേ ഇവിടുന്ന് ഇറങ്ങിപ്പോയവനും മറ്റേ വേറെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയവന്മാരും എല്ലാം ചെന്ന് കയറിയിരിക്കുന്ന അവിടെയാണ്. അതുകൊണ്ട് വല്ലാത്ത ഫ്രസ്ട്രേഷൻ അവന്മാർക്ക്, അത് പറഞ്ഞു മാറ്റാൻ പറ്റത്തില്ല. വാസുണ്ട് എനിക്ക് ഡൗട്ട് പറയാനുണ്ട്. ഞാൻ അത് ഫുള്ള് പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ടാവേ. നമ്മള് മുതുക്കിന്റെ പുറത്തിട്ട് ഒരുത്തനെ കൊന്നാൻ SRല്ല. അവനെ നമ്മള് ഹോസ്റ്റ് എടുത്ത് ഇപ്പത്തെ ഗ്യാങ് ഹൗസ് ഇപ്പൊ കൊണ്ട് വന്നേ ഉള്ളൂ ഗ്യാങ് ഹൗസിനകത്ത്. എന്നിട്ട് ഒരു കൺഫ്യൂഷൻ വന്ന് സിനിമ പറഞ്ഞാല് സേഫ് സോണിന്റെ 100 മീറ്ററിന് കൊന്നാൽ എടുക്കാൻ പാടില്ല. പക്ഷെ അവിടെ അങ്ങനെ നിയമം ഇവിടെ ഇല്ലെന്നാണ് വിശ്വാസം. അപ്പൊ ഇവിടെ കൊണ്ട് നമ്മൾ അവനെ ഗ്യാങ് ഹൗസ് കയറ്റിയതും അവൻ എക്സ്പേറ്റ് അടിച്ച് നമുക്കൊന്ന് ചോദിക്കാം, വെയിറ്റ് ഹെൽപ്പിട്ട് ചോദിക്കാം, ഇങ്ങനെ റൂൾ ഉണ്ടോ, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ. എടുക്കാൻ പറ്റുമെന്നാണെങ്കിൽ അവൻ തിരിച്ചു കയറി അവൻ നമുക്ക് ഇവിടെ കിട്ടണം. അവൻ എക്സ്പേറ്റ് അടിച്ച് പോയാൽ മീറ്റർ കണക്കുണ്ടെന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല അത് സേഫ് സോൺ ആയിട്ട് തന്നെ കൂട്ടിയാൽ മതി. ജസ്റ്റ് സേഫ് സോണിന്റെ വെളിയിൽ നിന്നല്ല അടിച്ചത്. നമുക്ക് മീൻസ് അത്രയ്ക്ക് പാടൊന്നുമില്ലല്ലോ എടുക്കാം അവനിലേക്ക്. മനസ്സിലായോ? വേണമെങ്കിൽ ചോദിച്ചോക്ക് വെറുതെ സിറ്റുവേഷൻ കളയണ്ട, ചോദിച്ചോക്ക്. ഓക്കെ അപ്പൊ ചോദിച്ചോക്ക്, നിങ്ങൾ ചോദിച്ചോക്ക് വേണമെങ്കിൽ ചോദിച്ചോക്ക്. ഞാൻ മുതുക്കി വന്നപ്പോഴത്തേക്ക് അങ്ങനത്തെ മത്സരം നടക്കുവാണല്ലേ? ഓ ഞാൻ പറയല്ലേ, നീ ഇപ്പൊ കാണിച്ചത് ഞാൻ ഇപ്പൊ കാണിച്ചത് മനസ്സിലായോ? കുറച്ച് ഫെയർ ആയിട്ട് നിൽക്കാൻ നോക്കുന്നതാണ്, മനസ്സിലായോ? പക്ഷെ ഇവന്മാരും ഈ ഫെയർ ആവൂല. സത്യം പറഞ്ഞാൽ നമ്മൾ ഫെയർ ആവേണ്ട ആവശ്യമില്ല. എനിക്ക് എത്ര തിരുത്താൻ നോക്കിയാലും എനിക്ക് തിരുത്താൻ പറ്റില്ലേ? സത്യം പറയല്ലോ, ഒരിക്കലും നമ്മൾ ഫെയർ ആവേണ്ട കാര്യമില്ല. ഇവന്മാരെല്ലാം എങ്ങനെ ഊമ്പിക്കാൻ പറ്റുന്ന മാത്രമേ നോക്കുന്നവന്മാരാണ്, മനസ്സിലായോ? അങ്ങനെ നിൽക്കണേണ് നല്ലത്, എല്ലാവരും നിൽക്കണ പോലെ അങ്ങനെ നിൽക്കണേണ് നല്ലത്. സത്യം പറഞ്ഞാൽ ഫെയർ ആവാൻ മനസ്സുകൊണ്ട് അറിയാതെ ആയി പോവും ചില സമയങ്ങളിൽ. കിട്ടുന്ന ഒരു ചെറിയ സാധനമാണെങ്കിലും ഇവിടെ കൊണ്ടുവന്നതും അവൻ